ഒരൊറ്റ ക്ലിക്കിൽ 9 GB സ്റ്റോറേജ് സ്പേസ് ആണ് എനിക്ക് തിരികെ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതിൻ്റെയൊക്കെ ടെമ്പററി ഫയൽ, അതായത് കേഷെ ഫയലുകൾ ഇങ്ങനെ സ്റ്റോറായി കിടക്കുന്നുണ്ടാകും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകും. പിന്നെ മൊബൈൽ ഹാങ് ആകാൻ തുടങ്ങും. സ്മൂത്തും അതുപോലെ തന്നെ സ്പീഡും ഒക്കെ നഷ്ടപ്പെടും. എന്നാൽ ഒരൊറ്റ ക്ലിക്കിൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കിയാലോ? ഓരോ ആപ്ലിക്കേഷനും എടുത്ത് അതിൻ്റെ കേഷെ ഫയൽ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്കിതൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷനും ആപ്പ് മാനേജ്മെൻറ്റ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്രത്തോളം കേഷെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ ടെമ്പററി ഫയൽ, അതായത് കേഷെ ഫയൽ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് ഓരോന്നും ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്തതുകൊണ്ട് ആപ്ലിക്കേഷൻ ഒന്നും സംഭവിക്കുകയില്ല. ഡാറ്റ ഒരിക്കലും ക്ലിയർ ചെയ്യരുത്. കേഷെ നിങ്ങൾ ക്ലീൻ ചെയ്യുക. അത് എല്ലാം ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ തന്നെ കാണിച്ചു തരാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരുപാട് കേഷെ വന്നിട്ടുണ്ടാവും. കണ്ടോ, എത്ര MB ആണ് ഇവിടെ സ്റ്റോറായി കിടക്കുന്നത്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം GB നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴെ നെക്സ്റ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് ആവശ്യമില്ല, ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, ഡോൺ അലോ കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം താഴെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും ഡൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ എത്രത്തോളം കേഷെ സ്റ്റോറേജ് ഉണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. 9.8 GB കേഷെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ മൊബൈലിലെ സ്റ്റോറേജ് എത്രത്തോളം ഉണ്ട് എല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 256 GB ആണ് ഈ ഒരു മൊബൈലിലെ സ്റ്റോറേജ്. ഓക്കെ, എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. കേഷെ ഫയൽ കണ്ടോ, 9.83 GB ആണ് കേഷെ ഫയൽ ഉള്ളത്. അവിടെ റെഡ് മാർക്കും ഉണ്ട്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം? ഇവിടെ അനലൈസ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫയലുകളും നിങ്ങൾ കാണാൻ സാധിക്കും. 9.83 GB ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഓരോ ഫയലിലും എത്രത്തോളം കേഷെ ഫയൽ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലീൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് ടിക്ക് മാർക്ക് ഉള്ളത്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കും. അതും കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾഡ് ഫയൽസ് എന്ന ഭാഗം അല്ലെങ്കിൽ ഡൗൺലോഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ആപ്ലിക്കേഷൻ ഉണ്ടാകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ ക്ലിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. മൊത്തത്തിൽ കേഷെ ഫയൽ ക്ലീൻ ചെയ്യുക. ഓട്ടോമാറ്റിക് എന്ന ഭാഗത്താണുള്ളത്. സ്റ്റാർട്ട് കൊടുക്കുക. ഓരോന്നും ഇവിടെ കേഷെ ഫയൽ ക്ലീനായി വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ ഫയലിൻ്റെയും കേഷെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാ കേഷെ മാത്രമാണ് ക്ലീൻ ആകുന്നത്, ഡാറ്റ ക്ലീൻ ആകുന്നില്ല. ഓക്കെ, നമുക്ക് ഓരോ ഫയലുകളും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ക്ലീൻ ചെയ്യാൻ എത്ര സമയം വേണം? പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എത്ര ഫയലുകളുണ്ട് അത് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് സ്പീഡാക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് പൂർണ്ണമായിട്ടുണ്ട്. ഇതാ പരസ്യം വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ 9.8 GB സ്റ്റോറേജ് ആണ് എനിക്ക് ഫ്രീ ആയി കിട്ടിയത്. ഓക്കെ, ഇവിടെ ഡണ്ണ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ താഴെ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ കാണാൻ സാധിക്കും 9.8 GB എന്ന് കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ 0 ആണ് കാണുന്നത്. ഇവിടെ കേഷെ ഫയൽ ഇവിടെ 0 ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മൊബൈലിൻ്റെ കേഷെ ഫയൽ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. മൊബൈൽ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മൊബൈലിൻ്റെ സ്റ്റോറേജ് പ്രശ്നവും നിങ്ങൾക്ക് പരിഹരിക്കാനും സാധിക്കും. ഓക്കെ,
സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡൊക്കെ കുറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ആ കേഷെ ഫയലുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.